എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ CUT പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ മെയിൻലി CUT പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് മാത്രമാണ് ഫോർ UG ആസ് വെൽ ആസ് PG ആസ്പിറൻസ്. ഈ CUT എന്ന് പറയുന്ന എക്സാമിനേഷൻ 2022 മുതൽക്കാണ് ഇംപ്ലിമെന്റേഷൻ വരുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൺ അമംഗ് ദം അബ്ദുറൌഫ് ക്രിസ്റ്റലിന്റെ അലുമിനി ആണ്. ഇത് BA ഹിസ്റ്ററി ഓണേഴ്സ് ആയിട്ട് സാക്കിർ ഹുസൈൻ കോളേജ് ഡൽഹിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റൌഫ് ഉടനെ തന്നെ നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്യും. ആൻഡ് ഐ എം ദ ഡയറക്ടർ ഓഫ് ക്രിസ്റ്റൽ, സഫ്വാൻ. So we can have very brief discussion about this CUT as well as history program. നിങ്ങൾ എല്ലാവരും ഹിസ്റ്ററി പ്രോഗ്രാം ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. ആസ് പാർട്ട് ഓഫ് അവർ ഡിസ്കഷൻ ജസ്റ്റ് ടൈപ്പ് ഗൈസ്, നിങ്ങൾ ഇപ്പൊ +2 കഴിഞ്ഞവരാണോ അതോ ഡിഗ്രി തേർഡ് ഇയർ ആണോ എന്നുള്ളത്. +2 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിയാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ +2 എന്നും, ഡിഗ്രി കഴിയാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഡിഗ്രി എന്നും ഒന്ന് ടൈപ്പ് ചെയ്യും. Make it faster, so accordingly I can have that communication. Yeah, majority are from degree itself, one only for this +2. Okay, fine guys. So നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഡിസ്കഷന്റെ ഭാഗമായിട്ട് വെക്കാം. ഇൻ ബിറ്റ്വീൻ അബ്ദുറൌഫ് വിൽ ബി ജോയിനിങ് അവർ സെഷൻ. ഓക്കെ, സോ ബേസിക്കലി CUT എക്സാമിനേഷൻ എന്താണെന്നുള്ളത് ഒരു ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കൽ എന്തുകൊണ്ട് നല്ലതാണ്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. ഒന്ന്, CUET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോൾ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ CUT എക്സാമിനേഷൻ എഴുതണം എന്നുള്ളതാണോ? അല്ല. കോമൺ യൂണിവേഴ്സിറ്റി, അത് കേരളത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഭാവിയിൽ അവരെന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ വി ഹാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, സം അതർ യൂണിവേഴ്സിറ്റീസ്, റൈറ്റ്? കേരള യൂണിവേഴ്സിറ്റി പോലെയുണ്ട്. അവർ പറയാണ് അടുത്ത പ്രാവശ്യം മുതൽ ഞങ്ങൾ എന്താണ് CUT ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്, വി ആർ നോട്ട് ഹാവിംഗ് അവർ ഓൺ സെപ്പറേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? CUT എക്സാമിനേഷൻ ആണ് നിങ്ങൾ എല്ലാവരും എഴുതേണ്ടി വരിക. ദ പോയിന്റ് ഈസ് വെരി ക്ലിയർ. നിങ്ങളുടെ കറന്റ് ലെവൽ ഓഫ് നോളജ്, ഒരു പക്ഷെ നിങ്ങൾ +1 +2 പഠിച്ചു, നിങ്ങൾ ചിലപ്പോൾ വലിയ സംഭവമായിരിക്കും. പക്ഷേ നിങ്ങളൊരു കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി യു ഹാവ് ടു അപ്പിയർ ഫോർ വൺ പെർട്ടിക്കുലർ എൻട്രൻസ് എക്സാമിനേഷൻ, ദാറ്റ് ഈസ് CUT. സിമിലർലി നിങ്ങൾ CUT എഴുതുന്നില്ല, അപ്പൊ നിങ്ങൾ നല്ല കോളേജിലോട്ട് പോവാണ്. ചില കോളേജ്, ഓട്ടോണമസ് കോളേജുകൾ ചിലപ്പം അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ടൊക്കെ എടുക്കും നല്ല പെർസെന്റേജ്. അപ്പൊ അത് 90% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ, പെർസെന്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സിമിലർലി നിങ്ങൾ ഡിഗ്രി പഠിച്ചു 3 വർഷം. ഡിഗ്രി 3 വർഷത്തിൽ കുറെ ഉഴപ്പി, പാട്ട് പാടി, കുറെ അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നു. ഇന്റർണൽ എക്സാമിന് ഇന്ന മാർക്ക്, സപ്ലി, ഇങ്ങനെ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വന്നെങ്കിലും അതൊന്നും ഇവിടെ മൈൻഡ് ആക്കുന്നില്ല. സോ നിങ്ങളുടെ +2ന്റെ മാർക്ക് എന്താണോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് എന്താണോ എന്ന് മൈൻഡ് ആക്കാതെ നിങ്ങൾക്ക് ഒരു 50% മാർക്ക് ഉണ്ട് കറസ്പോണ്ടിങ് വാർഡ്. +2 ആണെങ്കിൽ 50%, ഡിഗ്രി ആണെങ്കിൽ 54%, ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതുണ്ടോ? നിങ്ങൾക്ക് CUT എക്സാമിനേഷനിൽ എന്താണോ നിങ്ങളുടെ മാർക്ക് വരുന്നത് അത് വെച്ചിട്ട് നല്ല കോളേജിൽ കയറാമെന്നുള്ളതാ. അതായത് വാട്ട് എവർ യുവർ പ്രസന്റ് സ്റ്റാറ്റസ് ഈസ്, നിങ്ങളിപ്പോ പഠിക്കാൻ വീക്ക് ആണോ, ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഹിയർ. നിങ്ങൾക്ക് ഇത് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് എഴുതാം, നല്ല പോലെ പഠിച്ച് എഴുതാം, അപ്പൊ നല്ല റാങ്കിൽ വരും. അപ്പൊ അതാണ് ഈ എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കി വെക്കുക. ദിസ് ഈസ് സംതിങ് സെലക്റ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻ. നിങ്ങൾ കയറണോ വേണ്ടെന്നുള്ളത് 2022 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓരോ വർഷമാണ് എക്സാമിനേഷൻ നടക്കുക. കാരണം നമുക്കറിയാം നമ്മളുടെ മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു അഡ്മിഷൻ സമയമാണ് സ്കൂൾ കോളേജുകളിലോട്ടുള്ളത്. ആ ഒരു സമയത്താണ് ഇത് നടക്കുന്ന ഒരു സൈക്കിൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, +2ന്റെ മാർക്ക് കൂട്ടാറില്ല. +2 ആണെങ്കിൽ മിനിമം 50% മാർക്ക് വേണം. ഇതാണ് ബേസിക് ഇൻഫർമേഷൻ എന്നുള്ളത് എക്സാമിനേഷനെ കുറിച്ച്. ഇനി ഒരു പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. CUTയുടെ UG എക്സാമിനേഷൻ മെയ് മാസത്തിലാണെങ്കിൽ PG മാർച്ചിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാരും ഡിഗ്രിക്കാരാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഡിഗ്രിക്കാരെ നിങ്ങളുടെ മുമ്പിലുള്ളത് നോക്കിക്കേ, മാർച്ച് 11 എന്ന് പറയുമ്പോൾ എത്രയായി? ഇന്ന് 8 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എക്സാക്ട് ഉള്ളത് ഫെബ്രുവരി ദെൻ മാർച്ച് എന്ന് പറയുന്ന 2 മാസമാണുള്ളത്. ഈ 2 മാസത്തിൽ നിങ്ങൾക്ക് കോളേജിൽ തേർഡ് ഇയർ ആവുന്ന സമയത്ത് വിൽ ഹാവ് ഡെസർട്ടേഷൻ, ഇങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഉണ്ടാവും അല്ലെ, പ്രൊജക്ട് നമ്മൾ പറയുന്ന, ഇന്റർണൽ എക്സാംസ്, സെം എക്സാമിനേഷൻ, ഇതൊക്കെ വരും. അതിനിടക്കാണ് ഈ എക്സാമിനേഷൻ വരുന്നത്. സോ യു ഹാവ് ടു ഹാവ് എ ക്ലീൻ ലേണിംഗ് പ്രോസസ് ഫോർ ദിസ് വൺ. ഞാൻ പറയുന്നു, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ കോളേജിൽ പഠിക്കണം എന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി PG പഠിക്കുകയാണെങ്കിൽ, കേരളത്തിൽ PG പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് PG ആ. ആ PGക്ക് അനുസരിച്ചുള്ള ഒരു ബേസിക് നോളജ് നിങ്ങളുടെ കയ്യിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വേണം. ഇല്ല എങ്കിൽ നിങ്ങൾ PGയിലോട്ട് വെല്ലുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രി ചെയ്തതുപോലെ ആകത്തില്ല.
അത് കേരളത്തിൽ ചെയ്ത് കഴിഞ്ഞാലും പുറത്ത് ചെയ്ത് കഴിഞ്ഞാലും, കേരളത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാലും പുറത്ത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാലും, ദ പോയിന്റ് ഈസ് വെരി ക്ലിയർ. PG ചെയ്യുന്നുണ്ടോ അത് അക്കാഡമിക്കലി ഷൈൻ ചെയ്യാനാണ്, നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് നിർത്താമായിരുന്നു. ഓക്കെ, അപ്പൊ PG ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യുവർ നോളജ് ലെവൽ ഷുഡ് ബി ദാറ്റ് മച്ച് സ്ട്രോങ് ആൻഡ് പവർഫുൾ എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ മാസം 2 മാസമുള്ളൂ. ഈ 2 മാസം നിങ്ങൾ ഡെയിലി ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഗൈസ് യു ക്യാൻ ക്രാക്ക് ദിസ് വൺ. കാരണം എവറി ഇയർ നമ്മുടെ ക്രിസ്റ്റലിന്റെ കീഴിൽ കഴിഞ്ഞ പ്രാവശ്യം 4 പിള്ളേരാ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലും അതുപോലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലും എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ആഗ്രഹിച്ചിരുന്ന അങ്ങനത്തെ ചില കാര്യങ്ങളാണ്, അവരവിടെ എത്തി. അതിന് മുമ്പത്തെ പ്രാവശ്യം PGയിലോട്ട് അലിഗഡിലോട്ട് എത്തിയുള്ള ആൾക്കാരുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ താല്പര്യമാണ് ആക്ച്വലി നിങ്ങൾ അവിടെ എത്തിക്കുന്നത് എന്നുള്ള. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ മെക്കാനിസം, സിസ്റ്റവും, പ്രോസസ്സും, ലേണിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നേ ഇല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് PG ആണോ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ ശേഷം നിർത്താമായിരുന്നു. നിങ്ങൾ ചെയ്ത് PG പഠിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി വൺ തിങ് അക്കാഡമിക്കലി ക്വാളിഫൈഡ് എന്നുള്ളത് തന്നെ ആയിരിക്കണം. ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം എക്സാമിനേഷന് പഠിക്കുക, കാര്യങ്ങൾ പോകുക. അല്ലാതെ നിങ്ങൾ ഡിഗ്രിയുടെ ലാസ്റ്റ് എക്സാമിനേഷന് നല്ല മാർക്ക് കിട്ടണം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് CUT ക്ലിയർ ആണെന്നുള്ള ചിന്തയോട് കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്നാൽ രണ്ടും കിട്ടും. എക്സാമിനേഷന്റെ ഫീയോട് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്ത്യയിൽ NTA നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട്. കാരണം ഇതൊക്കെ CBT എക്സാമിനേഷൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും മീറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻഡിച്ചറും കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കുക, 750 ആണ് വരുന്നത് ജനറലിന്, 700 ആണ് OBC വരുന്നത്, 650 ആണ് അതർ കമ്മ്യൂണിറ്റീസിനും കാര്യങ്ങൾക്ക് വരുന്നത്. അപ്പൊ അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്, പേയ്മെന്റ് ഇല്ലാത്ത ആരും ഇല്ല. കാരണം അത്രയും നല്ല ക്വാളിറ്റി ആൻഡ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കേ, 2023 PGക്ക് വേണ്ടി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി phase 1 phase 2 ഉണ്ടായിരുന്ന ആൾക്കാരാ 8.3 lakhs, 46,000. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അറൌണ്ട് 8.5 lakh ആൾക്കാരാണ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്തത്. ഇപ്രാവശ്യം നിങ്ങൾ അതിൽ പെടുന്ന ആൾക്കാരാണ്. സോ അത്യാവശ്യം നല്ല ആൾക്കാർ എഴുതുന്ന എക്സാമിനേഷൻ ആണ്. സോ കോമ്പറ്റീഷൻ വിൽ ബി ഹയർ, കോമ്പറ്റീഷൻ വിൽ ബി ദർ. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. കാരണം PG ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? PG ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും UGC നെറ്റ് ഓർ JRF എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യും. അതും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ടീവ് ആക്കുക, പവർഫുൾ ആക്കി മാറ്റുക. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ CUTയുടെ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ CUT +2 എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് ഡെഫിനറ്റ്ലി CUT PGക്ക് വേണ്ടിയാണ്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, PG പഠിക്കാൻ വേണ്ടിയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. കാരണം അവർ അതിനുശേഷം അടുത്തൊരു ലെവൽ ഓഫ് സ്ഫിയറിലോട്ട് മാറുക എന്നുള്ളത്. നെറ്റ് എക്സാമിനേഷൻ പോലുള്ള എക്സാമിനേഷൻസ് നിങ്ങൾക്ക് PG പഠിക്കുമ്പോൾ തന്നെ എഴുതാം. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടികൾക്ക് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു, സർ PG കഴിഞ്ഞിട്ടല്ലേ നെറ്റ് എക്സാമിനേഷൻ എഴുതുക? അല്ല, നിങ്ങൾ PG രജിസ്റ്റേർഡ് ആണോ നിങ്ങൾക്ക് എഴുതാണ്ട് പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ. ഞാൻ PG കഴിയുമ്പോഴേക്കും എനിക്ക് 4 നെറ്റ് ഹിസ്റ്ററിയിൽ. ഓക്കെ, നൗ ഈ 6 ഉണ്ട്. വി ആർ ഹാവിംഗ് ദിസ് നെറ്റിന്റെ മെയിൻ സെന്റർ ആണ് നമ്മുടെ ക്രിസ്റ്റൽ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ CUT ഹിസ്റ്ററി മാത്രം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. CUT PG എക്സാമുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കമ്പൽസറിലി അറ്റൻഡ് ചെയ്യണം. അതിൽ തന്നെ പാർട്ട് A, പാർട്ട് B ഉണ്ടാവും. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് A എന്ന് പറയുന്ന സെഷൻ ഉണ്ടാവും, പാർട്ട് B എന്ന് പറയുന്ന സെഷൻ ഉണ്ടാവും. ഇതിൽ ഒരു പാർട്ട് Aയിൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് Bയിൽ ബാക്കി 75 ഉണ്ടാവും. ഈ 75 സബ്ജക്റ്റീവാണ്, സബ്ജക്ട് സ്പെസിഫിക് നോളജ്. അതായത് മുമ്പ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു, അത് പ്രാവശ്യം ഒഴിവാക്കി. എന്നിട്ട് 75 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്നാണ് വരുന്നത്, സബ്ജക്റ്റ് എന്ന്. അത് സബ്ജക്റ്റിൽ നല്ലൊരു ശതമാനം എന്താണ്, ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ്. എന്നിട്ട് കുറച്ച് വേൾഡ് ഹിസ്റ്ററി. അല്ലാണ്ട് നിങ്ങൾ കേരള ഹിസ്റ്ററി ഉണ്ടാവില്ല. കാരണം ഇത് CUT കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പൊ തമിഴ്നാട്ടുകാരെ നോക്കി വന്ന സമയത്ത് കേരള ഹിസ്റ്ററി കുറെ ചോദിച്ചല്ലേ എന്ന് വിചാരിച്ചാൽ എന്താ വിടില്ലേ? അതുണ്ടാവില്ല. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി ആണ് കുറച്ച് കാര്യത്തിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വേൾഡ് ഹിസ്റ്ററി തന്നെ മോഡേൺ വേൾഡ് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു സിലബസ് കൂടെ കാണിച്ചു തരാം. 25 ക്വസ്റ്റ്യൻസ് പാർട്ടി എന്ന് ചോദിക്കുന്നത് കുറച്ച് ലാംഗ്വേജ് കോംപ്രഹൻഷൻ ഉണ്ടാവും. ഇംഗ്ലീഷിൽ നിന്ന് ഒരു പാരഗ്രാഫ് എന്നിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം, ജനറൽ അവയർനെസ് ഉണ്ടാകും, മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവും. ഇത് ഹെവി ടഫ് ഉള്ളതൊന്നല്ല, അത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇത് സ്കോർ ചെയ്യേണ്ടി പറ്റും, വിൻ ചെയ്യേണ്ടി പറ്റും. പക്ഷെ അതിന് ശ്രദ്ധിക്കണം, നേരത്തെ തന്നെ പഠിക്കണം. നിങ്ങൾ PG ഡിഗ്രി കഴിഞ്ഞിട്ടൊന്ന് പഠിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണ്ടത്തരങ്ങളാണ്. നിങ്ങൾ അതിനൊന്നും നിൽക്കരുത്. കൃത്യമായിട്ട് ഇഫ് യു ഹാവ് ദാറ്റ് കറക്റ്റ് പ്ലാൻ, ജസ്റ്റ് സ്റ്റഡി നൗ. നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ കാര്യം. ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ലേണിംഗ് പ്രോസസ് റൈറ്റ് നൗ. അതിനുള്ള ഒരു ഓറിയന്റേഷൻ ആകട്ടെ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് ഞാൻ പറയാണ്.
അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ വിൻഡോ നമ്മുടെ NTA വെബ്സൈറ്റ് തുറന്നാൽ കാണേണ്ടി പറ്റും. pgcut.samarth.in നോക്കിയാൽ മതി. CUT സമർത്ഥ എന്ന് പറയുമ്പോൾ UG-ക്കാരതാണ്. പക്ഷെ PGCUT അപ്ലൈ ചെയ്യാത്തവർ ചെയ്യുക. എനിക്ക് തോന്നുന്നു 24th January വരെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. ചില ബേസിക് ഇൻഫർമേഷൻസ് നമ്മുടെ റൌഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ക്രിസ്റ്റൽ CUT-യുടെ ഹിസ്റ്ററി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് I'll be having some updates. അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. The point is that നിങ്ങൾ PG ഹിസ്റ്ററി എടുക്കുന്നുണ്ടോ, ജസ്റ്റ് ഡു ഇറ്റ് ഔട്ട്സൈഡ് കേരള. നല്ല ക്വാളിറ്റി ഉണ്ടാവും മക്കളെ. 2 വർഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അനുഭവമായിരിക്കും. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സിമ്പിൾ ക്യാമ്പസ്, സംതിങ് ദാറ്റ് ആക്ച്വലി ഗിവിംഗ് അസ് മോർ എക്സ്പോഷർ ടു എവറിത്തിങ് എന്നുള്ളതാ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ക്രിസ്റ്റലിന്റെ അലുമിനിയുടെ ആയിട്ടുള്ള റൌഫ് പറയട്ടെ. റൌഫ് അറിയത് ഡൽഹിയിൽ നിന്ന് റൌഫ് നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്യുന്നത്. ഹലോ, അയ്യാ, ഒന്ന് വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാലേ വി ക്യാൻ സ്റ്റാർട്ട് യുവർ ഇന്ററാക്ഷൻ. ഞാൻ ഓൺ ആക്കി നോക്കാം. നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഓക്കെ, ജസ്റ്റ് ട്രൈ. ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഡൽഹിയിലായതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്? ടെമ്പറേച്ചർ ഒടുക്കത്തെ തണുപ്പാണ് അവിടെ. പക്ഷേ ഈ ഒരു സമയം ഇപ്രാവശ്യം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് വിന്ററും കാര്യമൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ഞാനിപ്പോ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജാക്കിർ ഹുസൈൻ കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പൊ 3rd ഇയർ ആണ്. ചെയ്യുന്ന കോഴ്സ് എന്ന് പറഞ്ഞാല് ഹിസ്റ്ററി ഓണേഴ്സ് ആണ്. ഓക്കെ. ഗായ്സ്, ഒരു കാര്യം, ഇതിലും നമ്മുടെ ഇന്നത്തെ സെഷനിൽ കൂടുതലുള്ള ആൾക്കാര് ഡിഗ്രി ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫ്രം കേരള ഇറ്റ് സെൽഫ്. So they will be having simply BA history. At the same time, there we can see BA honors history, that is actually we are getting from this Delhi University. അതിലുള്ള ഒരു ഡിഫറൻസ്, there will be definitely some kind of qualitative difference, right? അതായത് നമ്മൾ ഹോണേഴ്സിലാവുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു സബ്ജക്ട്, അതായത് ഏതാണ് ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി കുറച്ചുകൂടെ ഇൻഡെപ്ത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോ ഫസ്റ്റ് ഇയറിൽ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് സിലബസ് ഒരു ഇന്ത്യൻ ഹിസ്റ്ററി, അതിന്റെ കൂടെ തന്നെ ഈ ഒരു വേൾഡ് ഹിസ്റ്ററിയിൽ ഏർലി സോഷ്യൽ ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് ഒരു ഹിസ്റ്ററി ഓറിയന്റഡ് ആവും. ഹിസ്റ്ററി അല്ലാത്ത പേപ്പേഴ്സ് കുറവായിരിക്കും. എന്നാലും എന്താണ് ജനറൽ എലക്റ്റീവ്, അതുപോലെ AECC എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പേപ്പേഴ്സും ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ തീമാറ്റിക് ആയിരിക്കും ഹോണേഴ്സിൽ വരുന്ന സമയത്ത്. സാധാരണ പ്യൂർ ഹിസ്റ്ററി പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഡെപ്ത് മാനറിലോട്ട് പോകുന്നുള്ളൂ അല്ലെ? ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ടു ഓൾ ദി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് സെഷൻ, you are actually going to compete for the CUT PG with some kind of these people. അല്ലേ? ഇങ്ങനത്തെ ആൾക്കാരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം എന്താ പറയാ, ഒരു PG-യിലേക്ക് എത്തുമ്പോ നമുക്ക് അതിന്റെ ഒരു സുഖം, ഇപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ റെഫർ ചെയ്യുന്നതും ആക്കുന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ IGNOU പോലത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ പറയാ, അവിടെ PG-ക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. Okay, actually I have completed my PG from IGNOU and I have one of the best resources of this IGNOU as well. IGNOUയുടെ ബുക്കൊന്നും ചില്ലറ ബുക്കുകളല്ല, കുറെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ ഉള്ള ഒരു ബുക്കാണ്. സോ നിങ്ങൾ PG ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി ലൈക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ഡിസ്കവർഡ് ഇൻ 1921. നിങ്ങൾ അതല്ല പഠിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷന് പഠിക്കണം. അവിടെ എത്തുന്ന സമയത്ത് why this Harappan civilization is that much important and unique from the rest of the world, and what are the views of the historians about that one, what is this thing about the diffusion theory, എന്തുകൊണ്ട് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഹാരപ്പൻ സിവിലൈസേഷനും കറസ്പോണ്ടിങ് ഒരേ കാലഘട്ടത്തിൽ സെയിം ഫീച്ചേഴ്സ് നമുക്ക് കാണുന്നതും, ദാറ്റ് ഈസ് കോൾഡ് സംതിങ് ഡിഫ്യൂഷൻ തിയറി. അപ്പൊ ഡിഫ്യൂഷൻ തിയറി ഉണ്ടോ ഇല്ലേ? അപ്പൊ ആര്യന്മാരാരാണ്? ഇങ്ങനത്തെ കുറച്ച് ഡിസ്കോഴ്സസും ഡിസ്കഷൻസും ഡിബേറ്റുകളൊക്കെ പഠിക്കുന്നതായിരിക്കും PG-യിൽ കുറച്ചുകൂടെ വരിക. അവിടെയാണ് ഡിസ്കഷൻസിന്റെ ടോണ് മാറുന്നത്. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കുറച്ച് സം വെരി ഇമ്പോർട്ടന്റ് ബേസിക്സ് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അമ്മ റൈറ്റ് റൌഫ്? അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങള്? അവർ പറഞ്ഞ കാര്യം, അതായത് ഈ ഒരു പെർസ്പെക്റ്റീവ്സ് ഹിസ്റ്റോറിയൻസിന്റെ, അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം.
അതായത് സിംപ്ലി ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞ് ജസ്റ്റ് പോകുന്നതിനുപരി അത് വ്യത്യസ്ത ഹിസ്റ്റോറിയൻസ്, അതായത് എന്താണ് ഇപ്പൊ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, അതിൽ തന്നെ എന്താണ് വ്യത്യസ്ത ആൾക്കാരെ ഇൻഡിവിജ്വൽസിൽ വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ, അതിന്റെ ക്രിട്ടിക്സ്, അപ്പോൾ ആ വ്യത്യസ്ത പെർസ്പെക്റ്റീവിൽ നമ്മളൊരു പെർസ്പെക്റ്റീവിലേക്ക് എത്തിപ്പെടാനും നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ജസ്റ്റ് ആ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു പോവുക അല്ലെങ്കിൽ അത് പഠിച്ചു പോവുക എന്നല്ല, അതിന്റെ വ്യത്യസ്ത വശങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ആ, ഈ സോ റോഫിന്റെ സംസാരത്തിൽ തന്നെ നിങ്ങൾ കേരളത്തിൽ ആരെയും പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കേരള സിലബസ് ഇങ്ങനെയൊന്നും അല്ല. കേരള സിലബസ് ആസ് യു ഗൈസിനെ പക്ക ഒരു TKG എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ ഗൈഡ് വർക്കും പിടിച്ചിട്ട് ഇന്ത്യൻ എക്സാമിനേഷന് പെർഫോമൻസ്, സെമസ്റ്റർ എക്സാമിനേഷന് പെർഫോമൻസ്, അവിടെയാണ് നമ്മളുള്ളത്. അവിടുന്ന് വേണം നമ്മൾ ഇത് എന്ത് ചെയ്യാന്, നല്ലൊരു ഹയർ അക്കാഡമിഷ്യൻ ആയിട്ട് മാറാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ PG ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ദാറ്റ് ഷുഡ് ബി വൺ തിങ് ക്വാളിറ്റേറ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾ PG ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ B.Ed എടുത്തോ, 2 വർഷം അതിന് സമയം സ്പെൻഡ് ചെയ്തോ. പക്ഷെ ഐ റിപ്പീറ്റ്, നിങ്ങൾ PG എടുക്കുന്നുണ്ടോ, ദാറ്റ് ഷുഡ് ബി സംതിങ് ഫോർ ക്വാളിറ്റേറ്റീവ് ഇൻ ദ സബ്ജക്ട്. നിങ്ങൾക്ക് സബ്ജക്റ്റിൽ ക്വാളിറ്റി ഉണ്ടോ, യു ക്യാൻ റീച്ച് എവ്രിവർ. സബ്ജക്റ്റിൽ ക്വാളിറ്റി ഇല്ലേ, യു ലോസ്റ്റ് യുവർ 2 years ഓഫ് PG ആസ് വെൽ. ഓക്കെ റൌഫ്, ഞാൻ താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത്, CUT-യുടേതല്ല, ലൈക്ക് ഹിസ്റ്ററി നിങ്ങൾക്ക് ചില കോഴ്സുകളൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ 4 പേര് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ 4 സ്റ്റുഡൻസ്, റൌഫ്, നാഫിയ, സിനാൻ as well as ആര്യ. ഓക്കെ, നിങ്ങൾ 4 പേരും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള എൻ്റെ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് അന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ പിള്ളേർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോ ഈ എന്താ പറയാ, എൻട്രൻസ് എക്സാമിന്റെ ഒരു ആക്കിയതിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാല് നമ്മൾ ഡയറക്റ്റ് ആ ഒരു കോഴ്സ് വന്നിട്ട് പഠിക്കുന്നേക്കാൾ എത്രയോ ഒരു ഉപകാരമായിരുന്നു ഉണ്ടാകുന്നത്. കാരണം ഹിസ്റ്ററി പോലത്തെ സബ്ജക്ട് ജസ്റ്റ് നമ്മൾ ഓരോ സിലബസ് ഇങ്ങനെ ജസ്റ്റ് ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നമുക്ക് ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ തിരിച്ച് അതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഇൻഡെപ്ത് പോകുന്നതിന്റെ മുന്നേ ആ ഒരു ടൈം ലൈനും കാര്യങ്ങളും, അതുപോലെ ആ ഒരു എന്താണ് സംഭവം എന്ന് ഓൾറെഡി അതിനെ കുറിച്ചൊരു മുൻധാരണ കുറച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് വളരെ എളുപ്പമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്, ആ ഒരു ഗുണമാണ് ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത്. ഇൻഡെപ്ത് ഉള്ള സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങൾ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. പിന്നെ CUT എക്സാമിനേഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ എക്സാം ടഫർ ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്, ബിക്കോസ് ഓഫ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആർ ഇൻക്രീസിങ് എവറി ഇയർ. എക്സാംസിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതുപോലെ തന്നെ സിലബസും നമ്മളെ ജൂനിയേഴ്സിന്റെ ഒക്കെ സിലബസ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പൊ സിലബസിനെ കുറിച്ചൊന്നും കറക്റ്റ് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാവില്ല. കാരണം എന്താണ്, നമ്മളിപ്പോ തേർഡ് ഇയറിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഒരു സെക്കൻഡ് ഇയറിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്, എന്നാലും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. വേറെ എന്തെങ്കിലും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷമുള്ള ഒരു എക്സ്പോഷർ കൂടെ പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും പലപ്പോഴായിട്ട് ഔട്ട്സൈഡ് വേൾഡിലുള്ള കുറെ കാര്യങ്ങൾ അല്ലേ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ദേ ഡോണ്ട് നോ സംതിങ് എക്സ്പീരിയൻസ്. റൌഫിന്റെ എക്സ്പീരിയൻസ് എന്നുള്ള ചില കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഇവർക്ക് സിലബസിന്റെ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാം. എക്സ്പീരിയൻസ്, നാട്ടിലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ഈ ഒരു ഇവിടുന്ന് കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ വെച്ച് നോക്കുമ്പോ എന്തായാലും ഇവിടെ ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അടിപൊളി ക്യാമ്പസ് ജീവിതത്തിനേക്കാൾ ഉള്ളത് ഈ ഒരു അക്കാഡമിക്സ് ആണ് ഇവിടെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് ആരായാലും എത്ര ഇതിലുള്ള ആൾക്കാരായാലും എന്താ പറയാ, പ്രത്യേകിച്ച് ഇവിടെ നോർത്ത് ഇന്ത്യൻസിന്റെ കൂടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ളത്. അതെ, ഓരോരു CBSE ഫീൽഡ് ആ ഒരു ഇതിൽ നിന്നൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ ആ ഒരു കാര്യത്തിൽ. അപ്പൊ അക്കാഡമിക്സിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കുള്ളത്. നാട്ടിലെ പോലത്തെ ആ ഒരു ക്യാമ്പസ് ലൈഫ് അങ്ങനത്തെ ആ ഒരു വൈബല്ല. നേരെ തിരിച്ച് അക്കാഡമിക്സ് കാര്യങ്ങൾ ആ ഒരു ഇതാണ്. പിന്നെ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഗൈഡ് ചെയ്യേണ്ട രീതിയിൽ ഒരു നല്ല രീതിക്ക് നമ്മൾ ഗൈഡ് ചെയ്യും. ഒരു വേർതിരിവോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്താ പറയാ, തീരെ ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുന്ന ഒരു അവസരം ഇവിടെ വരില്ല. വേണ്ട രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇനി ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്തായാലും ഉണ്ടാവും. അതുപോലെ മലയാളീസിനും ഇവിടെ ഒരു കുറവും ഇല്ല. അപ്പോ
പിന്നെ സീനിയേഴ്സ് ആയി കഴിഞ്ഞാലും ഇവിടെ നാട്ടിലെ പോലെ സീനിയർ ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർതിരിവും ഇല്ല. ആ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയാലും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു ഇപ്പൊ ഇവിടുത്തെ അക്കോമഡേഷൻ മുതൽ എന്താണ് നമ്മളെ സ്റ്റഡി കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആളുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ ഫൈൻ. ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റോഫിന് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി ഡെലിവർ ദാറ്റ് വൺ. ഞാൻ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നില്ല. ഓഡിയൻസ്, സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടോ? ഡൽഹി യൂണിവേഴ്സിറ്റി നിന്നാണ് റോഫ് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചാറ്റ് ഓർ മൈക്ക് വാട്ട് എവർ ഇസ് കൺവീനിയന്റ് ഫോർ യു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യാന്നുള്ളതാണ്. മൈക്ക് നിങ്ങൾക്ക് തന്നെ ഓൺ ആക്കിയിട്ട് സംസാരിക്കാവുന്നതാണ്. എനിക്ക് ഈ ഒരു സൈലൻസ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്, റോഫും എൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ആദ്യം ഒരു സംസാരിക്കാൻ കുറച്ച് പേടുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നീട് അങ്ങ് അല്ലേ ക്യാമ്പസ് ലൈഫും മറ്റൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ കുറെയൊക്കെ ഇങ്ങനെ ഓപ്പൺ പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ള. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തുന്ന സമയത്തെ കുറച്ച് സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കേരളത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ യു വിൽ ഗെറ്റ് സം വാട്ട് ഹയർ ബിക്കോസ് ഓഫ് യുവർ ഡൈവേഴ്സിഫൈഡ് ഇന്ററാക്ഷൻസ് എന്നുള്ള. അത് റോഫിന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്കും പറയാനുള്ളത്, ഇന്നിപ്പോ ഈ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസ് പലപ്പോഴും അവർക്ക് ഇന്ന് മൈക്ക് ഓണാക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും അടുത്ത കുറച്ച് കാലം കഴിയുമ്പോൾ വിൽ ബി റെഡി ഇൻ ടു ദി സെയിം ട്രാക്ക്. കാരണം ഞാനും അങ്ങനെ വന്ന ഒരാളാണ്, റൂഫ് അങ്ങനെ വന്ന ഒരാളാണ്. ഇസ് സംതിങ് കോമൺ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യമില്ലായ്മ നമ്മൾ ഒരിക്കലും മോശമായിട്ട് കണക്കാക്കാറില്ല. അത് ജീവിതത്തിന്റെ ഒരു സാഹചര്യം പോലെ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, താങ്ക് യു റോഫ് ഫോർ ജോയിനിങ് ഫോർ ദിസ് സെഷൻ. ഐ ഡോണ്ട് നോ വാട്ട് ദ സിറ്റുവേഷൻ ഈസ് ഹാപ്പനിങ് ദർ. സോ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. റോഫും നിങ്ങളെ പോലെ CUT PG എഴുതുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഐ ബി ഷെയറിംഗ് വൺ പെർട്ടിക്കുലർ സ്ക്രീൻ റിഗാർഡിംഗ് ദ ബേസിക്സ് ഓഫ് ഹിസ്റ്ററി. ആ ഒരു ബേസിക്സ് ഓഫ് ഹിസ്റ്ററി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. Rose, thanks for joining. If you want to leave, you can leave. Otherwise, you can simply sit. We'll be having a 10 more minute session. Okay. ഓക്കെ. സോ ആസ് പാർട്ട് ഓഫ് അവർ ഡിസ്കഷൻ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇത് നിങ്ങളുടെ NCERT സിലബസ് ആണ്. വി ഹാവ് ആൻഷ്യന്റ് ഹിസ്റ്ററി ഇയർ, കമ്മിങ് ടു ഏർലി മിഡീവൽ, പെർട്ടിക്കുലർ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ആസ് വെൽ ആസ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് ആൻഡ് യൂറോപ്പിലെ മോഡേൺ വേൾഡ് ഹിസ്റ്ററി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ലേ, നിങ്ങൾ എക്സാമിനേഷൻ എഴുതരുത്. ഐ റിപ്പീറ്റ്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആസ് സച്ച് സ്ട്രോങ് ആൻഡ് പവർഫുൾ ആണോ? ജസ്റ്റ് ഗോ ആൻഡ് റൈറ്റ്, യു വിൽ ബി ഇൻ ദ ലിസ്റ്റ്. അതിന് കുറച്ച് കാര്യം കൂടെ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു, 75 questions out of 100 is from your subject for this PG examination. ഞാൻ PG ആട്ടോ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. UG-ക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് അതിന്റെ ഡിസ്കഷൻസ് പിന്നീട് നടത്താം. കാരണം PG പിള്ളേർ കൂടുതലായതുകൊണ്ട് വി ക്യാൻ ഫോക്കസ്, ഗിവ് മച്ച് മോർ ഫോക്കസ് ഫോർ ദം. സോ 75 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്നാ. അതിൽ ഐ എം ഷുവർ ദാറ്റ് 50 ക്വസ്റ്റ്യൻസ് വിൽ ബി പെർട്ടിക്കുലർ ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി. അതിന് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതാ ഈ പെർട്ടിക്കുലർ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള. അതിൽ CUT-യുടെ കുറച്ച് മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ വിൽ ബി സെറ്റ്, ഓൾ സെറ്റ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിപ്പിച്ചു തരികയും ചില സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ തരികയും, പ്ലസ് അതിന് പുറമെ, കാരണം ചില യൂണിവേഴ്സിറ്റികൾ അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാറാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചില ഡിമാൻഡ് അനുസരിച്ചിട്ട് ചില സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു 50 യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ഒരു 50ഓളം ടെസ്റ്റിലൂടെ നിങ്ങൾ ഇത്രയും പോർഷൻസ് കവറപ്പ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് ക്രിസ്റ്റലിന്റെ CUT പ്രോഗ്രാമിലോട്ട് ഉള്ളത്. ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിൽ തരും. നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ് ആണ്. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുക. PG ചെയ്യുന്ന 2 വർഷം, നിങ്ങളിപ്പോ കൊച്ചു കുട്ടികളൊന്നല്ല, 21 വയസ്സാകാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ PG കൃത്യമായിട്ട് ക്വാളിറ്റേറ്റീവ് ചെയ്യണമെന്നുണ്ടോ, കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും, മേക്ക് യുവർ സബ്ജക്ട് ദാറ്റ് മച്ച് ക്ലിയർ ആൻഡ് പവർഫുൾ. Definitely guys, this gonna help you, especially when you are attempting for this UGC NET examination. കാരണം എൻ്റെ അടുത്ത് എല്ലാ പ്രാവശ്യം നമ്മുടെ അടുത്ത് 10-30 ആൾക്കാർ UGC NET examination ഹിസ്റ്ററിക്ക് വേണ്ടി വരുന്നവരാ. അതിൽ തന്നെ എല്ലാ പ്രാവശ്യവും ഒരു 5 to 10 ആൾക്കാർ സിംപ്ലി ക്ലിയർ ചെയ്ത് പോകും. അതിന്റെ റീസൺ അവരുടെ ബേസിക്സ് സ്ട്രോങ് ആണെന്നുള്ള. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേക്ക് യുവർ ബേസിക്സ് ദാറ്റ് മച്ച് സ്ട്രോങ് നൗ.
എന്നിട്ട് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടെ പഠിച്ചിട്ട് പോയോക്കിക്കേ, നിങ്ങൾക്ക് CUT ക്ലിയർ ചെയ്യേണ്ടി പറ്റും. CUT നിങ്ങൾ ക്ലിയർ ചെയ്ത് PG അഡ്മിഷൻ എടുത്തതിനു ശേഷം നിങ്ങൾ അടുത്ത നെറ്റ് എക്സാമിനേഷൻ മേ ബി ജൂണിലോ അല്ലെങ്കിൽ അടുത്ത ഡിസംബറിലോ നിങ്ങൾക്ക് എഴുതാം. ആ ഒരു എഴുതുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു കെൻ ക്ലിയർ ദിസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. ആ രീതിയിലോട്ട് നിങ്ങൾക്ക് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് പ്രോസസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. യു കെൻ ഡെഫിനറ്റ്ലി ഹാവ് എ ഗുഡ് പ്രിപ്പറേഷൻ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നിനും ഇപ്പൊ ചോദിക്കാം. ഐ ബി സെൻഡിങ് ദ സെയിം PPT. ഞാനിപ്പോ കാണിച്ചുള്ള ആ സിലബസിന്റെ കാര്യം ഉണ്ടല്ലോ, ആ സിലബസിന്റെ കാര്യം ഞാനിപ്പോ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തുതരാം കേട്ടോ. നിങ്ങൾ അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി. അത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് ഷുവറാണ്. അത് നിങ്ങൾ CUT UG പഠിക്കുകയാണെങ്കിലും PG പഠിക്കുകയാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് സ്പെസിഫിക്കലി ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് ഇന്നത്തെ സെഷൻ കൊണ്ട്. ഒരു ചെറിയ സെഷൻ, അത് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി തരാം, അത്രേ ഉദ്ദേശമുള്ളൂ. അവയർനെസ് ഉണ്ടാക്കി തരാനുള്ള ഒരു ചെറിയ സെഷൻ എന്നുള്ളത്. നൗ ഇറ്റ്സ് യുവർ റോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടോ CUT-മായി ബന്ധപ്പെട്ടിട്ടോ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ റൈറ്റ് നൗ, either through this mic as well as you can choose this one chat box as well. ചാറ്റ് സെഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സർ, യെസ് പ്ലീസ്. UGക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു? യുടെ ഡേറ്റ് വന്നില്ലല്ലോ പ്രൂഫ്. PG അല്ലേ വന്നിട്ടുള്ളൂ. കാരണം UGയുടേത് മെയ്യിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. PGയുടേതാണ് ഇപ്പോൾ ഓൺഗോയിങ് പ്രോസസ് ഉള്ളത്. ഓക്കെ, UG സിലബസോ? സിലബസ് ആണ് ഞാൻ അയച്ചുതരാം കേട്ടോ, ഗ്രൂപ്പിൽ ഇട്ടുന്നേ. വാട്ട് അബൌട്ട് അതേഴ്സ്? +2കാര് ചോദിച്ചു, ഡിഗ്രിക്കാർക്കൊന്നും ചോദിക്കാനില്ലേ? ഡിഗ്രിക്കാർക്ക് എപ്പോഴും ഒരു സംശയമാണ്, ഇത് ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. പഠിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പഠിച്ച കാര്യം നോളജ് ഉണ്ടാവുന്നുള്ള. അത് വെച്ചിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ CUT അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ PG ചെയ്യുന്നുണ്ടോ, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു താങ്ക് us or Crystal, whatever it is. നിങ്ങൾ നന്ദി പറയും. ഓക്കെ, അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്നുള്ളത്. യു വിൽ ബി സ്ട്രോങ് ഇൻ യുവർ സബ്ജക്ട് ദാറ്റ് മച്ച്. ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്, നമുക്കത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കൂ. സെഷൻ യൂസ്ഫുൾ ആയിരുന്നു? ഗിവ് മീ ദാറ്റ് മച്ച് റിപ്ലൈ ഇൻ യുവർ കമന്റ് സെഷൻ. Yeah, okay.